ആലു മട്ടറാണ്. വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 വെല്ലുള്ളി ചോപ്പ് ചെയ്തതും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. ഈ ഒരു കളറാവുന്നത് വരെ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഏകദേശം ഒരു 3/4 സ്പൂൺ നോർമൽ മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ കേട്ടോ. ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. ഇനി ഇതാ ഒരു 3 തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫ്രഷ് മട്ടർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഫ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉടച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ.